ഹലോ പ്രിയപ്പെട്ട 9ാം ക്ലാസ്സുകാരെ, തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന ഓണം എക്സാമിന് നിങ്ങൾക്ക് 36+ മാർക്ക് ഉറപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാർ എന്ത് ചെയ്യാൻ പോകുന്നത്, കൃത്യമായിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. നോക്കിക്കോ. ആദ്യമായിട്ട് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ അപവർത്തനം എന്ന ചാപ്റ്ററിൽ മക്കൾ നിങ്ങൾ എല്ലാവരും പഠിച്ചു വെക്കണം. ഓപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത, അതുപോലെ തന്നെ അതിന്റെ ഓർഡറിൽ എഴുതാനുള്ള കാര്യം കൂടി മക്കൾ എന്ത് ചെയ്യണം, ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ. ഇനി അതുപോലെ തന്നെ വാട്ട് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അപവർത്തനാങ്കവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കാണൂല. ഓക്കെ. അതിന്റെ പ്രോബ്ലം വരും. ആ പ്രോബ്ലം കാണാനുള്ള ഇക്വേഷൻ n=c/v, c=nv, v=c/n പഠിച്ചു വെച്ചേക്കണം. യെസ്. അതുപോലെ തന്നെ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം ചോദിക്കും. ഈ സ്പീഡ് ഓഫ് ലൈറ്റും പ്രകാശത്തിന്റെ വേഗതയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ല അപവർത്തനാങ്കവും തമ്മിലുള്ള ബന്ധം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നോക്കുക, ഈ ഹയർ ഓപ്റ്റിക്കൽ ഡെൻസിറ്റി ലോവറിലേക്ക് പോകുമ്പോൾ, പ്രകാശിക സാന്ദ്രത കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറവുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ, നേരെ തിരിച്ചു പോകുമ്പോഴൊക്കെ പ്രകാശത്തിന് എന്ത് മാറ്റാണ് സംഭവിക്കുക എന്നുള്ള തരത്തിലുള്ള ഇതുപോലെ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് എന്തായാലും എക്സാമിന് വന്നിരിക്കും കേട്ടോ. യെസ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മളെ ഗ്ലാസ് ലാബിലൂടെ ലൈറ്റ് പോകുന്ന സമയത്ത്, പ്രകാശം കടന്നു പോകുന്ന സമയത്ത് ആ പ്രകാശത്തിന്റെ പാത അല്ലെങ്കിൽ ആ ലൈറ്റിന്റെ പാത്ത് നിങ്ങളോട് വരയ്ക്കാൻ വേണ്ടി പറയും. ഈ ഫിഗർ നിങ്ങൾ പഠിച്ചു വെച്ചോ, എക്സാമിന് ഇത് വന്നിരിക്കും. യെസ്. അതുപോലെ തന്നെ ഈ ക്രിട്ടിക്കൽ ആംഗിളും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങൾ തരും, പിക്ചേഴ്സ് തരും, നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറയും. അതിൽ തന്നെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, വാട്ടറിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ അഥവാ ക്രിട്ടിക്കൽ കോൺ എന്ന് പറഞ്ഞാൽ അത് 48.6 ആണെന്നും ഗ്ലാസിൻ്റെത് 42 ഡിഗ്രി ആണെന്നും മറക്കാൻ പാടില്ല. അത് വെച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു സംഭവമാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ അപ്ലിക്കേഷൻ, പൂർണ്ണാന്തര പ്രതിഫലനത്തിന്റെ അപ്ലിക്കേഷൻ അഥവാ അതിന്റെ ഉപയോഗങ്ങൾ നിങ്ങളോട് എന്തായാലും എക്സാമിന് ചോദിച്ചിരിക്കും കേട്ടോ. യെസ്. അടുത്തത്, ഈ ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ്, എന്തുകൊണ്ടാണ് നക്ഷത്രങ്ങൾ തിളങ്ങാനുള്ള കാരണം, അത് പഠിക്കാതെ എക്സാമിന് പോകരുത്. അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആയിരിക്കും. റെഡി? ഇനി ഇക്വേഷൻ ഓഫ് മോഷൻ അല്ലെങ്കിൽ നമ്മുടെ ചലന സമവാക്യങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ വേഗം കാണാനുള്ള സമവാക്യം, ഇക്വേഷൻ പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ വെലോസിറ്റി അഥവാ പ്രവേഗം കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചേക്കണം. അത് വെച്ചുള്ള ഒരു പ്രോബ്ലം മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത്. ഏകദേശം പകുതിയിലധികം മാർക്കിന് പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കാൻ എന്നുള്ള കാര്യം മറക്കാൻ പാടില്ല കേട്ടോ. ഇനിതാ ഈ 3 ഇക്വേഷൻസ് ഒരു കാരണവശാലും മറക്കരുത്. v=u+at, s=ut+half-at², v²=u²+2as, അതിന്റെ കൂടെ a=v-u/t. ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഇക്വേഷൻ ആണ്. ഓക്കെ. അത് വെച്ചിട്ടുള്ള പ്രോബ്ലം പക്ക പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ആ പ്രോബ്ലം അല്ലെ. ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലം, ഇത് എക്സാക്ട്ലി ഇതാന്നല്ല, ഇതേ ടൈപ്പ് പ്രോബ്ലം ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരാൻ പോകുന്നത്. ഓക്കെ. റെഡി? ഇനി ഗ്രാഫ് മക്കളെ, ഗ്രാഫ് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഗ്രാഫ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് നിങ്ങളെ എക്സാമിന് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും എക്സാമിന് ചോദിക്കാം. റെഡി? ഓക്കെ. ഇനി അടുത്തത് നിങ്ങളെ ഈ സൈനുകൾ അല്ലെ, സൈനായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം, അതായത് ഒരു ഫിഗർ തന്നിട്ട് എന്തിന്റെ സൈനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിരിക്കും കേട്ടോ. ഇതാ കണ്ടോ, ഇങ്ങനത്തെ എല്ലാ സൈനുകളും മക്കൾ എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചേക്കണം. റെഡി? ഓക്കെ. ഇനി അടുത്തത് നമ്മളെ 3ാമത്തെ ചാപ്റ്റർ, ലോസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലന നിയമങ്ങൾ. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ബാലൻസ്ഡ് ഫോഴ്സ്, സന്തുലിത ബലം എന്താണ്, അൺബാലൻസ്ഡ് ഫോഴ്സ്, അസന്തുലിത ബലം എന്താണ്, അതുപോലെ തന്നെ എന്താണ് ഈ ഒരു കാര്യം എന്തായാലും നോക്കിയിട്ടേ പോകാൻ പാടുള്ളൂ. ഇനേഷ്യ ഓഫ് മോഷനും ഇനേഷ്യ ഓഫ് റെസ്റ്റും, നിശ്ചല ജഡത്വം, ചലന ജഡത്വം, അതിന് എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചേക്കണം. ഇനി നിങ്ങൾ എന്താവേണ്ട, ടെൻഷൻ ആവേണ്ട, സാർ ഇതെല്ലാം കൂടി ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ, ഒരൊറ്റ ദിവസം കൂടി ഞങ്ങൾ ഇത് പഠിച്ചു തീർക്കാൻ പറ്റുമോ? ഡോൺ വറി. അതാണ് സർദാ ഇപ്പൊ പറയാൻ പോകുന്ന കാര്യം. തിങ്കളാഴ്ച നടക്കുന്ന എക്സാമിന് നിങ്ങൾക്ക് 36+ മാർക്ക് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ 40ന് 40 മാർക്ക് കിട്ടാൻ വേണ്ടി, A+ കിട്ടാൻ വേണ്ടിയിട്ട് ഈ സാറ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി മാരത്തോൺ എന്ത് ചെയ്യും, ഞായറാഴ്ച രാത്രിയും അതുപോലെ തന്നെ തിങ്കളാഴ്ച രാവിലെ ഒരു മോർണിംഗ് ബൂസ്റ്ററും. അതോടുകൂടി ഇതുവരെ ഒന്നും പഠിക്കാത്ത ഒരു കുട്ടിക്ക് പോലും ഫുൾ മാർക്ക് അല്ലെങ്കിൽ A+ നേടിത്തരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അവിടുന്ന് ചെയ്തു തരും. ഓക്കെ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യസമയത്ത് എന്ത് ചെയ്യുക, ലൈവിലേക്ക് എത്തുക. നമുക്ക് ലൈവിൽ വെച്ചിട്ട് അടിച്ചു പൊളിക്കാം. ബൈ.